പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 16 തിങ്കൾ. റോമാലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. വലിയ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരിശുദ്ധമായ ആത്മീയ കാലമാണ്. ഇത് വെറും ഭക്ഷണം ഒഴിവാക്കുകയോ ചില ആചാരങ്ങൾ പാലിക്കുകയോ ചെയ്യുന്ന സമയം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പരിശോധിച്ച് ശരിയാക്കേണ്ട ഒരു ആത്മപരിശോധനയുടെ കാലഘട്ടമാണ്. ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോടടുത്ത് വരികയും നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തിരുത്തുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് നാം ധ്യാനിക്കുന്നതായ വചനം മനുഷ്യൻ്റെ വലിയ വീഴ്ചയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ ദൈവത്തെ മറന്ന് ലോകത്തെയും ലോക വസ്തുക്കളെയും ആരാധിപ്പാൻ തുടങ്ങുന്നു. സ്രഷ്ടാവിനെ മറന്ന് സൃഷ്ടിയെ ആരാധിക്കുന്നതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഈ അപകടം ഉണ്ടെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നാം ദൈവവിശ്വാസികളാണെന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ഹൃദയം ധനത്തിലും സ്ഥാനത്തിലും പ്രശസ്തിയിലും സൗകര്യങ്ങളിലുമാണ് പിടിച്ചു പറ്റിയിരിക്കുന്നത്. ചിലർക്ക് പണം തന്നെയാണ് ദൈവം, ചിലർക്ക് ലോകസുഖങ്ങളും വിനോദങ്ങളും ദൈവമാണ്, ചിലർക്ക് സ്വന്തം ഇഷ്ടവും അഹങ്കാരവുമാണ് ദൈവം. ഇങ്ങനെ നാം അറിയാതെയെങ്കിലും സൃഷ്ടിയെ സ്രഷ്ടാവിനേക്കാൾ ഉയർത്തി വയ്ക്കുന്നു. എന്നാൽ സൃഷ്ടി ഒരിക്കലും നമ്മെ രക്ഷിക്കുകയില്ല. പണത്തിനോ മനുഷ്യർക്കോ ലോകസുഖങ്ങൾക്കോ നമ്മെ രക്ഷിക്കാനുള്ള ശക്തിയില്ല. നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന സ്രഷ്ടാവായ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് നോമ്പുകാലം നമ്മെ ലോകബന്ധങ്ങളിൽ നിന്ന് അകറ്റി ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നത്. വയറ് ശൂന്യമാകുമ്പോൾ ദൈവം ഹൃദയത്താൽ നിറയണം. ഭക്ഷണം കുറയുമ്പോൾ പ്രാർത്ഥന കൂടണം. ലോകസുഖങ്ങൾ കുറയുമ്പോൾ ആത്മീയ ജീവിതം വളരണം. നോമ്പിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവത്തിലേക്കുള്ള മടങ്ങി വരവ. അസത്യത്തെ വിട്ട് സത്യത്തിലേക്കും പാപത്തെ വിട്ട് വിശുദ്ധിയിലേക്കും നാം നടക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ 1-ാം സ്ഥാനത്ത് ദൈവത്തെ സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് ഈ നോമ്പുകാലം നമ്മെന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ ദൈവം ആരാണ്? ലോകമോ അതോ സൃഷ്ടാവായ ദൈവമോ? ഈ ചോദ്യം സത്യസന്ധമായി ചോദിച്ചാൽ മാത്രമേ നമുക്ക് നോമ്പ് അർത്ഥവത്തായി നോക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ വീണ്ടും നമ്മുടെ ഹൃദയ സിംഹാസനത്തിലേക്ക് ഇരുത്തി അവനെ മാത്രം ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങാം. സൃഷ്ടിയെ ആരാധിക്കുന്ന ജീവിതം ശൂന്യതയിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ സ്രഷ്ടാവിനെ ആരാധിക്കുന്ന ജീവിതം നിത്യജീവിതത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ വലിയ നോമ്പ് കാലത്ത് നമുക്ക് സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്നവരായി മാറി വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗീയ പിതാവേ, സ്രഷ്ടാവായ നിന്നെ വിട്ട് സൃഷ്ടിയെ പിന്തുടർന്ന ഞങ്ങളുടെ പിഴവുകൾ ക്ഷമിക്കണമേ. ഈ വലിയ നോമ്പ് കാലത്ത് ഞങ്ങൾ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നിന്നെ മാത്രം ആരാധിക്കുന്ന വിശ്വാസവും ആത്മീയ ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ലോക ആസക്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് സത്യത്തിലും വിശുദ്ധിയിലും നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.